ശിവൻകുട്ടി മോനെ, എന്റെ മോൻ പോയ പിന്നെ എനിക്ക് ആരാ മക്കളെ ഉള്ളത്? ഒന്നും വരില്ല, ഒന്നും ഉണ്ടാവില്ല. ഞാനല്ലേ പറയണേ. റഹീം, നീ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ പിന്നെ നമ്മുടെ രാജനും അബ്ദുവും ഗോപാലേട്ടനും അവരാരൊക്കെ ഉണ്ടായിരുന്നു? ആ ചന്ദ്രനും കൂട്ടരും. ചന്ദ്രൻ ഇപ്പൊ എങ്ങനെയുണ്ട്? വേദനയൊക്കെ കുറവില്ലേ? സ്വല്പം കുറവുണ്ട് ഡോക്ടർ. നിങ്ങൾ പേടിക്കണ്ട, ധൈര്യമായിരിക്കേ. ഞാനില്ലേ, ഒരുത്തനും വെറുതെ വിടില്ല. നമുക്ക് കണക്ക് തീർക്കാം. എന്നാ പിന്നെ നീ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഇതൊരു മുന്നറിയിപ്പ് ദിവാകര. തെമ്മാടിത്തരത്തിന് ഓരോന്നിനും എണ്ണി എണ്ണി ഞങ്ങൾ പകരം ചോദിക്കും. എണ്ണാനും എണ്ണിപ്പിക്കാനും ഒക്കെ ദിവാകരൻ കുറെ പഠിച്ചതാ. അത് നീ മറക്കണ്ട. നാ കേട്ടോ, നിന്റെ എണ്ണങ്ങളെല്ലാം പിഴച്ചു തുടങ്ങാൻ പോകുന്നു. എടോ ദിവാകര, മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ തെരഞ്ഞെടുപ്പിൽ കള്ള ബാലറ്റ് പേപ്പറുകൾ കൊണ്ട് നീയൊക്കെ കളിച്ചുകൊണ്ടാ ഞങ്ങൾക്ക് ബൂത്ത് പിടിച്ചെടുക്കേണ്ടി വന്നത്. ഓരോ നീക്കങ്ങൾക്കും തടയിടും ഞങ്ങൾ. ഇനി അതേ കാലവും നിന്റെ കളി നടക്കില്ല. ഞങ്ങൾ അതിന് അനുവദിക്കില്ല. ആർക്ക് വേണോടാ നിന്റെയൊക്കെ അനുവാദം? വേണ്ടി വരുമോടോ? ഇനി ഞങ്ങളുടെയൊക്കെ അനുവാദം വേണ്ടി വരും നിനക്ക്. ഓ, ഭരിക്കുന്നത് ഇപ്പൊ നിങ്ങളാണല്ലോ അല്ലേ? അതെ, അതുകൊണ്ട് ഇവനെയൊക്കെ ഈ കോലത്തിൽ തിരിച്ചു കിട്ടി. അല്ലെങ്കിൽ 4-5 ശരീരങ്ങൾക്ക് റീത്ത് വെക്കാനേ നിനക്കൊക്കെ കഴിയുമായിരുന്നുള്ളൂ. കണ്ണൂരിൽ റീത്തുണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ മാത്രമല്ല, നിന്നെ കൊണ്ടും വെപ്പിക്കും. വെപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം നിന്റെ നെഞ്ചിലും വെക്കേണ്ടി വരും. അത് കാണാൻ നീ ബാക്കി ഉണ്ടാവില്ലെന്നുള്ള ഉറപ്പ് ഞാൻ തരാം. ദിവാകര, നിന്റെ കയ്യിൽ ഇറക്കുമതി ചെയ്ത വാടക കൊലയാളികളുടെ ബല ഉള്ളത്. എന്റേത് ഈ നാട്ടിലെ ഏറ്റവും വലിയ തൊഴിലാളി ജനങ്ങളുടെ പ്രസ്ഥാനമാണ്. ചത്തും കൊന്നും തന്നെയാണ് ഞങ്ങളത് പടച്ചുണ്ടാക്കിയത്. മറക്കണ്ട. ഹലോ, യെസ്, ആനി റൊസാരിയോ. ആഹാ, അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഒരു പരാതി എഴുതി ഓഫീസിലെത്തിക്കൂ. ഓക്കെ? ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഞാൻ വന്നത് ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രശ്നം സംസാരിക്കാനാണ്. പിന്നെ ഔട്ട് ബോർഡ് എഞ്ചിന്റെ കാര്യത്തിലും ഒരു തീരുമാനം പ്രൊജക്ട് ഓഫീസറുടെ ഭാഗത്തുനിന്നുണ്ടാവണം. അതായത് പ്രവർത്തനരഹിതമായി കിടക്കുന്ന മേഡം റിപ്പോർട്ട് ചെയ്ത ഫിഷറി സൊസൈറ്റികൾക്ക് ഒന്ന് ജീവൻ കൊടുക്കണം. അതിന് നിങ്ങൾക്ക് കഴിയും. ബാക്കിയുള്ള ഫോർമാലിറ്റീസ് ഒക്കെ ചെയർമാൻ വിളിച്ച് പറഞ്ഞിട്ടില്ലേ? MLA സാർ, അങ്ങനെ ചാകര പോലെ പൊട്ടിമുളച്ച നിങ്ങളുടെ കടലാസ സംഘങ്ങൾക്ക് ജീവൻ നൽകാൻ ഞാൻ ആര്? ദൈവമോ? അതോ
നിങ്ങളുടെ ഫോർമാലിറ്റീസിനൊക്കെ നിന്ന് തരുന്ന ഒരു നാലാംകട ബ്യൂറോക്രാറ്റോ? പറ, ആരെയാണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? മാഡം നന്നായി സംസാരിക്കുന്നു. ഇല്ല മിസ്റ്റർ, ഞാൻ സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങൾ ദയവേത് പോണം. അപ്പോ പ്രോജക്ട് ഓഫീസർ ഞങ്ങളെ സഹായിക്കില്ല? എന്തിന്റെ പേരിലാണ് ഞാൻ നിങ്ങളെ സഹായിക്കേണ്ടത്? പാവപ്പെട്ട കുറെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് ഉപയോഗിച്ച് ഇല്ലാത്ത സൊസൈറ്റീസ് ഉണ്ടാക്കി നിങ്ങളും ചെയർമാനും അടക്കമുള്ളവരത് വെട്ടി വിഴുങ്ങി അത് പുറത്തായതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷിക്കാനോ? അതോ ഔട്ട്ബോർഡ് എഞ്ചിൻ കച്ചവടത്തിൽ കിട്ടിയ കോടികളുടെ കമ്മീഷൻ ഇടപാട് മൂടിവെക്കാനോ? എന്തിലാണ് ഞാൻ സഹായിക്കേണ്ടത്? മതി. ഇപ്പൊ സംസാരിക്കുന്ന തലസ്ഥാനത്ത് പൊങ്ങിയ കുറെ ചുവപ്പ് കൊടികളുടെ ബലത്തിലാണെങ്കിൽ ഓർത്തോ, ഞങ്ങളും തിരിച്ചു വരും. അന്ന് ഈ കസേരയിൽ നിങ്ങളുണ്ടാവില്ല. രക്തസാക്ഷിത്വം പേർ ജീവിക്കുന്ന സ്വന്തം ഏട്ടന് കാണാൻ ഇങ്ങനൊരു പെങ്ങളുണ്ടാവില്ല. മിസ്റ്റർ, നിങ്ങളുടെ ഈ സ്വരം ഉണ്ടല്ലോ, ആഗ്രഹിക്കുന്നതൊക്കെ നടത്താൻ ഏത് ക്രിമിനലും ആദ്യം ഉപയോഗിക്കുന്ന ഒരുതരം ലോക്കൽ ഗുണ്ടയുടെ സ്വരം. അതിന്റെ മുന്നിൽ പേടിച്ചരണ്ടു പോകുന്ന പെണ്ണല്ല ഞാൻ. നിങ്ങൾ പറഞ്ഞ അതേ ഭാഷയിൽ എനിക്ക് പ്രതികരിക്കാൻ അറിയാം. പക്ഷേ നിങ്ങളൊരു ജനപ്രതിനിധിയായിപ്പോയി. MLA എന്ന വാക്കിന്റെ പ്രതിബദ്ധത അറിയാത്ത ആളായിപ്പോയി. അത് മനസ്സിലാക്കാനുള്ള സംസ്കാരം എനിക്കുണ്ട്. സോ വിൽ യു പ്ലീസ് ഗോ നൗ? ഏതായാലും നീ ആ കാര്യത്തിലെടുത്ത നിലപാട് നന്നായി. ഇവന്മാരെ പോലുള്ള ചീഫ് പൊളിറ്റീഷ്യൻസ് ആണ് നിങ്ങളെയൊക്കെ നശിപ്പിക്കുന്നത്. ഏട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നുള്ളൊരു ഹോപ്പുണ്ട്. എങ്കിലും ആനി, നീ സൂക്ഷിക്കണം. ചുറ്റും ശത്രുക്കൾ ഉണ്ടാവുമ്പോൾ ആത്മവിശ്വാസം കൂടുന്നത് നല്ലതാണ്. പക്ഷേ അതിനൊരു പിൻബലം ഉണ്ടായിരിക്കണം. ഏട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടാണോ? എങ്കിൽ ഒരു പാർട്ടികളുടെയും സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാനാണ് എന്റെ തീരുമാനം. അവരാണോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്? ആനി, ഒരു സത്യമുണ്ട്. നീ ആ കസേലയിരിക്കുന്നത് നിന്റെ മാത്രം കഴിവുകൊണ്ടല്ല. ഞാനൊക്കെ ചോരയും നീരും കൊടുത്ത് ഊട്ടി വളർത്തിയ ഒരു പ്രസ്ഥാനമുള്ളതുകൊണ്ടാണ്. സ്വന്തമായി ഒന്നും ആഗ്രഹിക്കാത്തവനെ അവിടെ സ്ഥാനമുള്ളൂ. അവനാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ആയിരിക്കാം. പക്ഷേ ഏട്ടൻ അറിയോ, വിൻസെന്റ് റൊസാരിയോയുടെ അനിയത്തിയാണെന്ന് പറയുമ്പോ പേടിയോടെയും ബഹുമാനത്തോടെയും എന്നെ നോക്കി കണ്ടവരുണ്ടായിരുന്നു. പിന്നെ ഒടിഞ്ഞു നുറുങ്ങിയ ശരീരവുമായി ഏട്ടൻ ഹോസ്പിറ്റലിൽ കിടന്നപ്പോ അവരാരും ഒന്ന് സഹതപിക്കാൻ പോലും വന്നില്ല. അന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാ, നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന്. ആ തിരിച്ചറിവിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. പക്ഷേ അതിനൊക്കെ മുമ്പ് നീ മറ്റൊന്നുകൂടി തിരിച്ചറിയണം. ജീവിതത്തിൽ ഇത്രയൊക്കെ തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഒരിക്കലും എന്റെ പ്രസ്ഥാനത്തെ മനസ്സുകൊണ്ട് പോലും തള്ളി പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും നന്മ വരുന്നൊരു നല്ല നാളെയെക്കുറിച്ചുള്ള പ്രതീക്ഷ, അതാണ് എന്റെ കരുത്ത്. നീയും അങ്ങനെ ആയിരിക്കണമെന്നാണ് ഈ ഏട്ടന്റെ ആഗ്രഹം.